നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് ഈ 3 കാർഡ്സ്. പിന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയാണോ ഉത്തരവാദി, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഇവർ കാരണം ഫാമിലി ഇടപെട്ടത് വഷളാക്കുമോ, പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 1, 2, 3 പുറത്തെന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു വല്ലാത്തൊരു സൗണ്ട് കേട്ടത്, ഡ്രിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്നവർക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ, അല്ലെങ്കിലും റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാർഡിലെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കേട്ടോ. അത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭവാനി. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നമുക്ക് കാർഡ് എടുക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഇനി വീണ്ടും നോക്കാം കാർഡ്സ്. അത് വീണതല്ല, മറിഞ്ഞില്ല, അപ്പോൾ അതിങ്ങനെ വന്ന് വീണതാണ്. പോട്ടെ, അതെടുക്കണ്ട. നമുക്ക് ഇത്രയും കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ജനലൊന്ന് അടച്ചു. ഈ ജനലിൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എനിക്ക് ഇഷ്ടം, നേച്ചറുമായിട്ട് അടുത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കാർഡ്സ്, ഒന്ന് ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു നാശം ഉണ്ടാകുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളെ നഷ്ടപ്പെടുകയോ, എന്തെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ആ നഷ്ടപ്പെടലിൽ നിന്ന് നിങ്ങൾക്കൊരു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അങ്ങനെയാണ് ഒന്നാമത്തെ കാർഡ്. പിന്നൊരു കാർഡ് വന്നേക്കുന്നത്, ഞാനിത് 1, 2 എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഈ കണക്ഷനിലായിരിക്കില്ല വരുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഇവിടെ ഒരു കണക്ഷൻ, കാരണം ഇവിടെ ഒരു മേജർ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള വഴിയിലെ വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് പുതിയതായ കാര്യങ്ങൾ തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. കൊള്ളാം. പിന്നെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓം എന്നൊരു മന്ത്രം ജപിക്കണമെന്ന് പറയുന്നത് ബ്രെയിനിന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ക്ലൗഡഡ് ആയിരിക്കും നമ്മുടെ ബ്രെയിൻ, നമുക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകുന്നില്ലായിരിക്കും പല കാരണങ്ങളും കൊണ്ട്. അപ്പോൾ ടെൻഷൻ കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ നമ്മൾ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, വൈബ്രേഷൻ ബ്രെയിനിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓം എന്ന മന്ത്രം പറയുന്നത്. അതൊരു മന്ത്രമല്ല, അതൊരു യൂണിവേഴ്സൽ സൗണ്ട് ആണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മനസാക്ഷി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ തോന്നലുകളാണ്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കരുത്, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് ദയോടുകൂടി എല്ലാവരോടും സംസാരിക്കണം എന്ന് പറയുന്നത്, അഹങ്കാരത്തോടുകൂടി സംസാരിക്കരുത് എന്നൊരു കാര്യം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇവിടെ ഒരു അക്ഷമ കാണിക്കുന്നുണ്ട്. മനസ്സിലായി, നിങ്ങൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നറിയില്ല, എന്തായാലും വളരെ ആഗ്രഹിച്ച് വിവാഹം കഴിച്ചിട്ട്
ഇതിൽ എന്തൊക്കെയോ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളോ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടുള്ള അക്ഷമയായിരിക്കാം, വാക്ക് പാലിക്കാത്ത പോലെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ റിലേഷൻഷിപ്പിൽ. ലോങ് ടേം വേണോ? ഇനി കുട്ടികളുടെ പ്രശ്നം വല്ലതും ഉണ്ടോ? കുട്ടികളില്ലാതെ ജനിച്ചിട്ടില്ല ഇതുവരെ, അതിനൊക്കെ ഓരോ സമയമുണ്ട്. പക്ഷെ എന്നാലും വളരെ ക്ഷമയില്ലാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനത്തെ ഒരു എനർജി ഇവിടെ വന്ന പോലെ. കൂടുതലും പൈസയുടെ കാര്യമാണ്. എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പാലിച്ചില്ല എന്നൊരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലൊരു എനർജി നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് ആ സോഡിയാക് സൈൻസ് കാണിക്കുന്നത്. നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന് സ്കോർപ്പിയോ, ഒന്ന് ടോറസും ആണ്. വിവാഹത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണിതെന്നാണ് പറയുന്നത്. ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ ഭയങ്കര, അല്ലെങ്കിൽ 2 പേരും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. ആ പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കാനായിട്ടും റിലേഷൻഷിപ്പ് നശിച്ചു പോകാതിരിക്കാനുമായിട്ടായിരിക്കാം നിങ്ങൾ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുന്ന പോലെ. ചിലപ്പോൾ അത് 2 പേരും സംസാരിക്കുന്നുണ്ടാവാം. അപ്പം നീട്ടി നീട്ടി പോകുന്നു എന്നുവെച്ചാൽ ഇന്ന് തരാമെന്ന് പറഞ്ഞ കാര്യം നാളെ തരാമെന്ന് പറയും, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അങ്ങനെ അങ്ങനെ നീണ്ടു പോകുന്ന ഒരു പ്രക്രിയ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഇപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു സിറ്റുവേഷനാണ്. ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ട് എന്താണ്, നിങ്ങളുടെ ഇൻലോസും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള അവസ്ഥ എന്താണ് ഇപ്പോൾ? നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ. ഇവര് നിങ്ങൾ പറഞ്ഞ കാര്യം നടത്തി. ഇവിടെ പണമാണ് കാണിക്കുന്നത് കൂടുതലും കേട്ടോ. കാരണം ഇവിടെ ഓഫർ, ഏസ് ഓഫ് പെന്റക്കിൾസ് ഓഫറാണ് കാണിക്കുന്നത്. ഇവിടെയും കാണിക്കുന്നുണ്ട് വാക്ക് പാലിച്ചില്ല എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട്, കാരണം നിങ്ങൾ വാക്ക് പാലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുണ്ട്. വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ നുണ പറഞ്ഞു, നിങ്ങളുടെ ഫാമിലി നുണ പറഞ്ഞു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാൻ വേണ്ടി ആരോ ഇതിനകത്ത് കളിച്ചു. അത് കഴിഞ്ഞ് വാക്ക് പാലിച്ചില്ല. അപ്പം നിങ്ങളെ ഇറക്കി വിടണം, നിങ്ങളുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം, പുതിയൊരു റിലേഷൻഷിപ്പ് കണ്ടെത്തണം, പൈസ കിട്ടാനുള്ള ഒരു റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പൈസ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഓഫർ ചെയ്തേക്കണം അത് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള അവർ നിങ്ങളെ പല കാര്യത്തിലും കൂടുന്നില്ല, നിങ്ങളുടെ പല സ്ഥലത്തും നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങളുമായിട്ട് അങ്ങനെ സഹകരണം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്. അപ്പം നിങ്ങൾ അറിയാതെ ഇവർ കുറേ പ്ലാനുകൾ ഇടുന്നുണ്ട് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് കാരണം. കൊടുക്കാമെന്നുള്ള കാര്യം കൊടുക്കാതെ ഇവിടെ ഭയങ്കര സന്തോഷിച്ച് ജീവിക്കുകയാണ് നിങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്, തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങളോട് പറയുന്നില്ലായിരിക്കാം. എന്തായാലും നിങ്ങളെ ഒഴിവാക്കണം, ഇത് അവസാനിപ്പിക്കണം. ഡെത്ത് കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവസാനിപ്പിക്കണം, നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. ഇപ്പം ഇന്നത്തെ കാലത്ത് ഭയങ്കര ആണായാലും പെണ്ണായാലും നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഒരാൾ നമ്മളെ ഒഴിവാക്കാൻ നോക്കുകയാണെങ്കിൽ മനസ്സ് മടുത്ത് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളവിടെ പിടിച്ചു കിടക്കാതെ നോക്കുക, നമ്മളെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാതെ. നമ്മുടെ ജീവനും കൂടെ ചിലപ്പോൾ പ്രശ്നത്തിലാവും. അതുപോലെ തന്നെയാണ് ഫാമിലിയിലും പ്രശ്നം ഉണ്ടെങ്കിലും അവർ നിങ്ങളെ എന്താ പറയുക ഒഴിവാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാശി പിടിച്ച് അവിടെ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ ജീവന് തന്നെ പ്രശ്നമുണ്ടാവും. അവിടെ ഡെത്ത് കാർഡ് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോണം, നിങ്ങൾ ഒഴിവാകണം, അല്ലെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം നടത്തി കൊടുക്കണം. പൈസ എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ പെൻറ്റക്കിൾസ് കണ്ടുകൊണ്ടാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. ഇവിടെ സ്കോർപ്പിയോ ഡെത്ത് കാർഡാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള പേഴ്സൻ്റെ ഫാമിലിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഭയങ്കര പൈസ അത് തന്നെ എന്താണ് നിങ്ങൾ ഓഫർ കൊടുത്തേക്കുന്നത് അതിനോട് ഭയങ്കര ആർത്തിയുള്ള ആളുകളാണ് ഇവർ കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങോട്ട് കിട്ടണം എന്ന് വെച്ചാൽ ചില ഫാമിലീസ് ഉണ്ട്, എന്താ പറയുക,
സ്ത്രീധനം മേടിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് അത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നത് ഇപ്പോഴും നമ്മളുടെ ആ ഒരു മാറിയിട്ടില്ല നമ്മളുടെ നാട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത്. അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിലും ഇന്ത്യ മുഴുവനും മനസ്സിലായി പ്രശ്നങ്ങളുള്ളതാണ്. കേരളത്തിൽ പിന്നെയും കുറഞ്ഞു വരുന്നുണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയിലേക്ക് വരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാവാം, അറിയില്ല. എന്തായാലും ഇവിടെ ഈ നിങ്ങളുടെ ഈ പേഴ്സന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ ചെലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഭയങ്കര ആർഭാട ജീവിതം. അപ്പോൾ പൈസ എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു എന്ന് ഇവർക്കൊരു പ്രശ്നമല്ല. ഇവരുടെ കാര്യങ്ങൾ നടത്താനുള്ള പൈസ എവിടെ നിന്നെങ്കിലും വരണം. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലി ആയാലും അതാണ് ഒരു ചിന്ത. അപ്പോൾ ഇങ്ങനെ മരം ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ കുലുക്കി പൈസ ഇടാമെന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത്രയും ആർത്തിയുള്ള ആൾ, ഭയങ്കര ആർത്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ, മനസ്സിലായോ? ഭയങ്കര ഒരു നിങ്ങളോടുള്ള ഫീലിങ്സ് പറഞ്ഞാൽ നിങ്ങളെ ട്രാപ്പ് ചെയ്തല്ല, നിങ്ങൾ ഇവരുടെ ഈ ആർഭാട ജീവിതത്തിന് ഒരു ഭംഗമായിട്ട് നിൽക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം കണ്ടിട്ടാണ്. അപ്പം നമ്മൾ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ അത് പോരാ, ഇനിയും വേണം ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഭയങ്കര നിങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഇത് ഭയങ്കര വല്ലാത്തൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. ജെമിനായി ഉണ്ട് ഇവിടെ. അപ്പം ഇവരുടെ ആർഭാട ജീവിതത്തിന് അവർക്ക് പൈസ വേണം. അപ്പോൾ ഇപ്പോൾ ഒരു മകനാണെങ്കിൽ മകനെ കാണാൻ നല്ലൊരു മകൻ, നല്ല ജോലിയുള്ളൊരു മകൻ, ആ മകനെ കാണിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിക്കുക, അവിടെ നിന്ന് മാക്സിമം മേടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ ഒഴിവാക്കിയിട്ട് രണ്ടാമതൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. ഇതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു ഫാമിലി പോലെയാണ്, മനസ്സിലായി? അപ്പം അങ്ങനത്തെ ആളുകളുടെ ഇടയിലാണ് നിങ്ങൾ പെട്ടേക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കി അവരൊന്നും പറയുന്നില്ല. കാരണം നാളെ നിങ്ങളുടെ ഫാമിലി ഇവർക്ക് ഓഫർ ചെയ്ത സാധനം കൊടുത്താലോ, അപ്പം പിന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ടി വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കള്ളത്തരമുള്ള, വളരെ തന്മയത്വത്തോടെ പെരുമാറാൻ കഴിയുന്ന കുറച്ച് പേരുടെ കൂടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലി കൂടിയിട്ടാണോ ഇതിപ്പോൾ പ്രശ്നങ്ങൾ കൂടിയിരിക്കുന്നത്? മീൻസ് ആ പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലിയാണോ വഷളായിരിക്കുന്നത്? അത് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലിയാണോ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ കാർഡ് യെസ് എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കാർഡ്, നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനത്തെ ഒരാളല്ല കേട്ടോ. പക്ഷേ പേരൻസിനെയും ഫാമിലിയെയും എതിർക്കാനുള്ള ഒരു കഴിവെന്നല്ല അതിന് പറയുക. അത് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്, ഇത്രയും നാളും വളർന്ന് ഒപ്പം ജീവിച്ചവരെങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക, അവരെങ്ങനെയാണ് വഴക്കിടുക എന്നൊരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ എതിരാവാതെ. അപ്പം നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ ഈ പേഴ്സന്റെ ഫാമിലിയാണ്. ഈ പേഴ്സൺ അത്രയും അല്ല, ഒരു സാധുവായ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശുദ്ധതയുള്ള ഒരാൾ. അപ്പോൾ ഇത് കിട്ടിയത് പോരാ, നിങ്ങളിനി വേറെ എവിടെന്നെങ്കിലും പൈസ കൊണ്ടുവരണം. അപ്പം ഈ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ കറവ പശുവായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്, മനസ്സിലായോ? ഈ പേഴ്സന്റെ ചെലവിലാണ് ഇവരെല്ലാം കഴിയുന്നത്. അപ്പോൾ ഈ പേഴ്സണ് ഇഷ്ടംപോലെ പണം വന്നുകൊണ്ടിരിക്കണം, അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ പേഴ്സന്റെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഉത്തരവാദി ഈ പേഴ്സന്റെ ഫാമിലിയാണ്. ഈ പേഴ്സൺ ഇവർ നിങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തേക്ക് വിടാൻ നോക്കുന്നുണ്ട്. എബ്രോഡ് പോയാൽ, മാറി നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം. പേഴ്സൺ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് ഈ പേഴ്സൺ സമ്മതിക്കാത്തതായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ഈ പേഴ്സൺ മാക്സിമം നോക്കുന്നുണ്ട്, അവരെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വിവാഹം നടന്നതിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലി ഭയങ്കര അതൃപ്തിയുണ്ട്, ഡിസപ്പോയിന്റഡ് ആണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്, ഞങ്ങൾ കുറേ പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി എബ്രോഡ് ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് കുറേ ഗിഫ്റ്റുകളും അതും ഇതുമൊക്കെ അയച്ചു കൊടുക്കുമല്ലോ, അല്ലേ? നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങളുടെ ഫാമിലി നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ വീട്ടിലേക്കൊക്കെ അവർക്കും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് ഓരോന്നൊക്കെ അയച്ചു കൊടുക്കും. ഇപ്പം ആ പേഴ്സണ് വിസ അയച്ചു കൊടുക്കാനും ജോലി അവിടെ തരപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ചിന്ത ഇവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ പണം കൊയ്യാം നിങ്ങളെ
നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചാലെന്ന് ഇവർ ആഗ്രഹിച്ചു. അപ്പോൾ അതെല്ലാം വ്യർത്ഥമായി പോയി എന്നാണ് ഇവർ പറയുന്നത്. ഇതിപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും വിവാഹം കഴിക്കേണ്ടവർ. അപ്പോൾ അവരുടെ കാര്യം കൂടെ വീട്ടുകാർ നോക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ചിലവ്. അപ്പം ഇവർ പറയുന്നത് വീടും സ്ഥലവും പിന്നെ പേരൻസ് എബ്രോഡാണ്, ഇവർ ജനിച്ചത് എബ്രോഡാണ്, അതെല്ലാം കണ്ടപ്പോൾ ഇവർ കുറേ പ്രതീക്ഷിച്ചു. പക്ഷെ അത്രയൊന്നും നിങ്ങൾ എത്തുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ശരിക്കും അന്വേഷിച്ചിട്ട് ഈ സിറ്റുവേഷൻ നടത്തിയാൽ മതിയായിരുന്നു. വിവാഹമാണോ, വിവാഹം ഉറപ്പീരാണോ, അതോ വളരെ എന്താ പറയുക, രണ്ട് സ്ട്രോങ് ആയ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന രണ്ടുപേര് തമ്മിലുള്ളവരുടെ റീഡിംഗ് ആണോ എന്ന് അറിയില്ല. എന്തായാലും ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത്രയും ഇവിടം വരെ എത്തിയതിൽ. മനസ്സിലായോ? ഇപ്പോൾ 10 ഓഫ് കപ്സ് ഇവിടെ കാണിച്ചു. അപ്പോൾ ഇമോഷണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. മനസ്സിലായി? കാരണം നിങ്ങളുടെ പേഴ്സൺ കുറേയൊക്കെ ഒഴിവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസും മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ അത് പോരാന്നാണ് ഇവർ പറയുന്നത്. വല്ലാത്ത ആളുകൾ തന്നെ. ഇനിയും വഷളാകാൻ ചാൻസ് ഉണ്ടോ ഈ റിലേഷൻഷിപ്പ്? ഇവരിനിയും ഈ റിലേഷൻഷിപ്പ് വഷളാക്കാനുള്ള ചാൻസ് ഉണ്ടോ? യെസ്, ഇതിനകത്ത് മെയിൽ എനർജിയാണ് കാണിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെയിൽ എനർജി ഉണ്ട്. ഈ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു മകനാവാം, ഒരു ബ്രദർ ഇൻ ലോ ആവാം, ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക ഫാദർ ഇൻ ലോ ആവാം. ഇതൊരു ഫീമെയിൽ എനർജിയും കൂടെ ആവാം. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീമെയിൽ എനർജി. എന്നുവെച്ചാൽ ഫീമെയിലാണ് പക്ഷെ മെയിൽ എനർജിയിൽ നിൽക്കുന്ന ഒരു എനർജി. അപ്പോൾ ഇവിടെ വഷളാകാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനിയും വഷളാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ? ഈ റിലേഷൻഷിപ്പിന് പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഭഗവാനെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? എന്താണ്? കൂടുതൽ പണം ഉണ്ടാക്കുക. ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ പണം ഇവർക്ക് കൊടുത്താൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് ഇനിയും മുമ്പോട്ട് പോകുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. നിങ്ങൾ ഇവരുടെ ഈ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ചിലപ്പോൾ മാറി താമസിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവനും കൂടെ നല്ലത്. കാരണം ഇവിടെ കുറേ നല്ല പണി ഉണ്ടാക്കുന്നുണ്ട് ഇവർ. അപ്പം നിങ്ങൾ രണ്ടുപേരും അകറ്റാനുള്ള മാക്സിമം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഏരീസ് സോഡിയാക് സൈൻ ആണ്. വേറെ എവിടെ സോഡിയാക് സൈൻ? ജെമിനായി ഞാൻ പറഞ്ഞു. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷെ പണമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾ ഈ പേഴ്സണെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ഒരു റിസ്ക് എടുത്ത് നോക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹം നിങ്ങളുടെ എന്താ പറയുക ജീവനും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. നിങ്ങളുടെ പേഴ്സണോടുള്ള നിങ്ങളുടെ സ്നേഹമാണോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണോ വലുത്? അത് ഡിസിഷൻ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ റിസ്ക് ആണ്, ഭയങ്കര റിസ്ക് ആണ് നിങ്ങളിവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നേഹമാണോ വലുത് നിങ്ങളുടെ മനസ്സമാധാനവും ജീവനും, ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ജീവനും ആണോ നിങ്ങൾക്ക് വലുത് എന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ സീരിയസ് ആയ റീഡിംഗ് ആണത്. അക്വാരിയസ്, ഏരീസ്. ഇവിടെ ഏരീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ജെമിനായി ഭയങ്കര പണത്തിനോട് ഭയങ്കര ഒരു സ്കോർപ്പിയോ ആഗ്രഹം, അത്യധികം ആഗ്രഹമുള്ള ആളുകളെ പോലെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലി. പണിയാണ്. അപ്പോൾ ഒന്നാമത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ഇത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓവറോൾ ഓറക്കൽ മെസ്സേജ് ആണിത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണിത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് ആണിത്. ഭഗവാനേ നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ,
ഓം നമ ശിവായ. 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 ഇനി നമുക്ക് കാർഡ് എടുക്കാം. ഭഗവാനെ. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്ന് പറയുന്നതിന് മുമ്പേ കാർഡ്സ് വീണു. ഇനി വരുമോ നോക്കാം കാർഡ്സ്. നീ കാർഡ്സ് ഉണ്ട് ഭഗവാനെ. ഒരു കാർഡ് കൂടെ വീണു. ഇനി ഉണ്ടോ കാർഡ്സ്? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് 3 കാർഡ്സാണ്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു പ്രത്യുപകാരവും ആഗ്രഹിക്കരുത്. നമ്മൾ ചെയ്യുന്നതെല്ലാം കർമ്മമാണ്. കർമ്മത്തിൻ്റെ ഫലം ദൈവമാണ് തരിക. അള്ളാഹുവോ യഹോവയോ ദൈവം എന്ന് വെച്ചാൽ ഞാനൊരു ഇതിലേക്ക് ആക്കുകയാണ്, ദൈവം ആണ് തരേണ്ടത്, അല്ലാതെ മനുഷ്യരല്ല, അല്ലെങ്കിൽ മൃഗങ്ങളോ ഏത് ജീവനോ വേറൊരു ജീവനോ അല്ല നമുക്ക് കർമ്മത്തിൻ്റെ ഫലം തരിക എന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ അവരുടെ കൂടെ കുറേ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്. ഒരു വഴി മുട്ടി നിൽക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നത് ഈ വഴി ഇനി മുമ്പോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഈ വഴി 2 വഴിക്ക് തിരിയുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ക്രോസ് റോഡ്, ഒരു ജംഗ്ഷൻ, ക്രോസ് റോഡ്. അപ്പോൾ ഇങ്ങനെ വഴി മുട്ടിയിട്ട് ഈ 2 വഴിയിലേക്കാണ് വഴി തിരിയുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചോയ്സ് നിങ്ങൾ എടുക്കണം. അതെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണേ എന്ന്. അതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന 3 ഓറക്കിൾ മെസ്സേജസ്. ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. ഈ ഒരു കാർഡുമായിട്ട് ബന്ധമുണ്ട്. ഈ കാർഡ് പറയുന്നത് ഫാമിലിക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, ഫിനാൻഷ്യൽ ഹെൽപ്പ് അല്ല വേണ്ടത്, അതിൽ കൂടുതൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം എന്ന് പറയുന്നത്. ഇത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയുടെ കാർഡാണിത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആർക്കോ മറ്റേ ആൾ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകേണ്ട, വീട്ടിലിരുന്നാൽ മതി, പൈസ ഉണ്ടാക്കാൻ ഞാൻ ചെയ്യുന്നത്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും പറയാം കേട്ടോ, അത് കുഴപ്പം ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിൽ ഒരാൾക്ക് മറ്റേ ആൾ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ പൊതുവേ പറയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് കൊണ്ടാണ് സ്ത്രീകൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് എടുക്കാത്തതെന്നൊരു പറയും ആൾക്കാർ. എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആൾ ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ എനിക്ക് ഇത്രയും സാലറി ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്, മക്കളെ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഭാര്യമാരാണ് ജോലിക്ക് പോവുക. ഭർത്താക്കന്മാർ ജോലിയൊന്നും എടുക്കില്ല. ഭാര്യമാർ ജോലി എടുത്ത് കഷ്ടപ്പെട്ട് പൈസ കൊണ്ടുവന്ന് ഭർത്താക്കന്മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുക വൈകുന്നേരം. ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ലോവർ ക്ലാസ്സിൻ്റെ എല്ലാവരുമല്ല. അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളും ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഇവിടെ 2 കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വോൺസ് ഉണ്ട്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഫയർ സൈൻ ആണ് കിങ് ഓഫ് വോൺസ്. അതുപോലെ തന്നെ ഇവിടെ സൺ കാർഡ് ഉണ്ട്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണുക, അതല്ലെങ്കിൽ ഹാപ്പിനെസ്, രണ്ടുമാകാം. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണുക എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേര് ഒരുമിച്ച് ജീവിക്കുന്നു, ഒരാൾ നേരത്തെ ഉണ്ടായ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ തുടങ്ങിയ സമയത്ത് 2 പേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു, 24 hours ഒപ്പമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ സമയമില്ല 2 പേർക്കും തമ്മിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഈ ജോലി കിട്ടിയത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ ഒരാൾ നോക്കിയത് കൊണ്ടാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. ഈ പേഴ്സൺ അങ്ങനെ ഒരു ചിന്തയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോ ഉള്ള ആളാണ്. ചിലപ്പോൾ സ്ഥിരമായ വരുമാനം ഇല്ലാത്ത ഒരാളാവാനും വഴിയുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആ പേഴ്സൺ പറഞ്ഞതിനെതിരായിട്ട് പോയിട്ട് ജോലി എടുക്കുന്നത്. എല്ലാവരും ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജോലി എടുക്കുന്നത്, മനസ്സിലായോ? മിക്കവരും ജോലി എടുക്കുന്നത് വീട് പുലർത്താൻ വേണ്ടിയിട്ടാണ്. അത് കാണുന്നവർക്ക് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണ്.
മനസ്സിലായോ? പൊതുവേ ഒരു സംസാരം വരുമല്ലോ. അപ്പോൾ ഇവിടെ അതാണ് കാര്യം. ഇവിടെ ഒരാൾക്ക് വരുമാനം അത്ര പോരാ. അപ്പോൾ ഫാമിലി മൊത്തം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറ്റേ ആൾ ഈ പേഴ്സൻ്റെ പറഞ്ഞതിനെതിരായിട്ട് ഇറങ്ങിയിട്ട്, ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ഫാമിലിക്ക് ഇഷ്ടമല്ലായിരിക്കും, ഇറങ്ങി ജോലി നോക്കാനായിട്ട് നിർബന്ധിതനാകുകയോ ചെയ്യുന്നു. ചിലപ്പോൾ ഫാമിലി ബിസിനസ്സിലുള്ള ആൾ അവിടെ നിന്ന് വരുമാനം കിട്ടാത്തത് കൊണ്ട്, ആണാണെങ്കിൽ ഫാമിലി അവിടെ നിന്ന് വരുമാനം കുറവായതുകൊണ്ട് വീട് പുലർത്തണമല്ലോ, ഭാര്യ മക്കളൊക്കെ ഉള്ള ആളാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ജോലി നോക്കുന്ന ഒരാളും ആവാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഇവിടെ ലിയോ ആണ് സ്ട്രോങ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ഭവാനി, നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ പേഴ്സണൽ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നതിൽ നിങ്ങളുടെ പേഴ്സണാണ് ദേഷ്യം, അല്ലാതെ അവരുടെ ഫാമിലിക്ക് പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അവരുടെ ഫാമിലി ഇതൊരു പോസിറ്റീവ് ഇതാണ്. അവർ നിങ്ങളുടെ ജോലിക്ക് പോകുന്നതിനെതിരല്ല. അവർ ഒരു ആക്ഷനും എടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എബ്രോഡ് പോവാം, അതിനുള്ള ചാൻസൊക്കെ അവരുണ്ടാക്കി തരും. കാരണം അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം അറിയാമായിരിക്കും. ഒരു ജീവിതം മുമ്പോട്ട് പോകുന്നത് വളരെ കഷ്ടപ്പെട്ട ക്ലേശകരമായ കാര്യമാണ്. കുട്ടികളൊക്കെ ആവുമ്പോൾ അതിനൊക്കെ നമ്മൾ വരുമാനം കണ്ടെത്തണം. ആരോട് ചോദിക്കും അല്ലേ? അപ്പോൾ ഇവർക്ക് നിങ്ങളൊരു ബാധ്യതയാകരുത്, നിങ്ങളുടെ ഫാമിലി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളുടെ പേഴ്സൺ അത് ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി എടുക്കാനും നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാനുമുള്ള നിങ്ങളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ചെയ്തു തരാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ ജോലിക്ക് പോകുന്നതിലോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിലോ അവർ എഗെയിൻസ്റ്റ് അല്ല. കാരണം അവർക്ക് അവരുടെ പേഴ്സണെ കുറിച്ച് അറിയാം അല്ലേ, ഫാമിലിക്ക് അറിയാം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അപ്പം ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവരതുകൊണ്ട് തന്നെ നിങ്ങളുടെ എതിരായിട്ടൊന്നും ചെയ്യില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവണം നല്ലതാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവർക്കും ഗുണം ഉണ്ടാവുമല്ലോ. ഒന്നാമത്തെ കാര്യം, അവർക്ക് നിങ്ങളുടെയും കൂടെ പ്രാരാബ്ധ്യം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത്, ഇവർക്കും നിങ്ങളെ കൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും പൈസ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കൊടുത്ത് സഹായിക്കും എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഒരു ടവർ മൊമെന്റ്. ഓക്കെ, അവർ പറയുന്നത് ഇത് വലിയൊരു ടവറിലേക്കാണ് പോകുന്നത്. മനസ്സിലാണോ? ഇതെല്ലാം സ്ട്രോങ് ആയ സോഡിയാക് സൈൻ, എല്ലാം മേജറായ കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ നിങ്ങളുടെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ചോദ്യം ഇവിടെ സ്കോർപിയോ, ക്യാൻസർ, വെർഗോ, ഏരീസ്, അക്വാരിയസ്, ഏരീസ് ഭയങ്കര സ്ട്രോങ് ആയ കാർഡ്സാണിത്. അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇവിടെ ഒരു പൊട്ടിത്തെറി വരുന്നുണ്ട്, അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവണമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും ഇവർ. ഇതൊരു റിസ്ക് ആണ് അവർ എടുക്കാൻ പോകുന്നത്. കാരണം അവരുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് എതിരായിട്ടാണ് അവർ പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സൈഡ് എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡ് അവരെടുക്കാതിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു വലിയ റിസ്ക് ആണെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും അവർ ആ റിസ്ക് എടുക്കാൻ റെഡിയാണ്. കാരണം അവർക്ക് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ നിങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും സന്നദ്ധരാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ്, നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട സഹായങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ചെയ്തു തരുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അവരെ എതിർക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ പേഴ്സണെ നല്ല ഭാവിക്കും വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ കാര്യപ്രാപ്തിയുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വീട്ടിലിരുന്ന് കരയാതെ അയ്യോ പേഴ്സൺ ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ കരയാതെ നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ സ്ട്രെങ്ത്, നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഒരു വിൽ പവർ, ഇത് ശരിക്കും അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. ഇനി ഈ പേഴ്സൻ്റെ
ഈ ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇവർ മൂലമാണോ ഉണ്ടായത്? ഇവിടെ ഒരു അമ്മായിമ്മയെ കാണിക്കുന്നുണ്ട്. അമ്മയാവാം, അമ്മായിമ്മയാവാം, ജ്യേഷ്ഠത്തിയാവാം. എന്തായാലും അവർക്ക് ഇവിടെ ഒരു ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ഇത് നിങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ? എന്തായാലും ഇവിടെ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടായത് നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം നിങ്ങളെല്ലാം ഒരു കൂട്ടുകുടുംബം പോലെയാണ് താമസിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം കഴിച്ചാൽ ഉടനെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയി കഴിഞ്ഞ ഉടനെ ഒരു വീട് വെച്ച് വീട് വാങ്ങിച്ച് വാടകയ്ക്കാണെങ്കിൽ വീട് വെക്കുക എങ്ങനെയാന്ന് വെച്ചാൽ മാറിക്കോണം എന്നിവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്കറിയാം ഈ പേഴ്സൺ അവർ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ പണവും പൈസയില്ല, പണിയില്ല സ്ഥിരമായിട്ട്. അങ്ങനെയുള്ളൊരു പെണ്ണോ ആണോ ആവുമ്പോൾ ശാഠ്യമുള്ള ഒരു എനർജിയാണ്, ഈഗോ ഉള്ളൊരു എനർജിയാണ്. ഈ പേഴ്സൺ ഇതൊരു പുരുഷനാണെങ്കിൽ വിവാഹം കഴിച്ച് ഭാര്യയും കുട്ടികളും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വീട്ടുകാരെ ആ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കണം. പിള്ളേരുടെ പഠിപ്പ്, പിന്നെ അസുഖം വന്നാൽ പല കാര്യങ്ങളാണ്, ചെലവുകൾ, ഇതെല്ലാം വീട്ടുകാരെ ഏറ്റെടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം വിവാഹത്തിന് മുമ്പേ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഈ പേഴ്സണോട്. പക്ഷേ ഈ പേഴ്സൺ ചെയ്തില്ല. മനസ്സിലായി? അതിൻ്റെ ഒരു നീരസം കൂടെ ഇവരുടെ ഫാമിലിക്ക് നിങ്ങളോടും ഉണ്ട്, ഈ പേഴ്സണോടും ഉണ്ട്. നിങ്ങളോട് ഈ പേഴ്സൺ വഴിയാണ് അത് നിങ്ങളിലേക്ക് വരുന്നത്, അല്ലാതെ നിങ്ങളോട് അവർക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ തീരുമാനം എടുത്തതിന് അവർക്ക്, കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളാണ്, പച്ചയായിട്ട് പറയണം. മനസ്സിലായോ? ഒരു ചമ്മലവും ഇല്ല. വെറുതെ ഈഗോ, ഭയങ്കര ഈഗോ ആണ്, ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമെങ്കിലും കാര്യത്തിനോട് അടുക്കുമ്പോൾ ഒന്നിനും ഗുണമില്ലാത്തൊരു എനർജിയാണെന്നാണ് ഇവർ വീട്ടുകാർ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ വിവാഹം കഴിച്ചതിൽ. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചാടിയതില്ല. ആദ്യം ഒന്ന് നേരെ നിന്ന് ഒരു ജോലിയൊക്കെ കണ്ടെത്തി, സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർക്ക് അങ്ങനെ പ്രശ്നമില്ല. ഇവർ ഭയങ്കര സ്ട്രോങ് ആയ ഫാമിലിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞുള്ളൂ, ആദ്യം സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു വിവാഹത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വിവാഹത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോവുക. പെൺകുട്ടികൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വിവാഹം കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മിക്കവാറും നടക്കാറില്ല. അപ്പോൾ ഇതൊരു പെൺകുട്ടിയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയോട് ഇവർക്ക് നീരസം ഉണ്ട്. അതുകൊണ്ട് മനസ്സിലായി. അതിനിടയിൽ കൂടെ ഇപ്പോൾ ചില സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ലവിൽ വീണിട്ട് ഒരിടയ്ക്ക് അതൊരു ഫാഷനായിരുന്നു, ഇപ്പം അത് മാറി വരുന്നു. ഇപ്പം പെൺകുട്ടികൾ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡാണതെന്ന് തോന്നാറുണ്ട് എനിക്ക്. എന്തോ ഇതും മാറും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ടോറസ് ലീബ്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഇവർക്ക് ദേഷ്യമുള്ളത് ഇവരുടെ ഈ പേഴ്സണോടാണ് ദേഷ്യം എന്നാണ് പറയുന്നത്. ഇവര് ഈ സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിലുള്ള ഈ സിറ്റുവേഷൻ ഇവർ വഷളാക്കുമോ? ഇവർ കാരണം വഷളാകുമോ? നോ, ഇവർ വഷളാക്കാൻ നോക്കില്ല. ഈ പേഴ്സൺ ഒരു ഡെവൽ എനർജിയാണ്. മനസ്സിലായോ? ഓൾറെഡി ഇത് വഷളാണെന്നാണ് യൂണിവേഴ്സ്. ഇനി വഷളാക്കാനില്ല. ഇവരല്ല ചെയ്യുന്നത്. ഇവർ പറഞ്ഞ കാര്യം ഈ പേഴ്സൺ ചെയ്യാത്തത് കൊണ്ട് അതിനെ അനുഭവിക്കുന്ന നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പേഴ്സൺ ഒന്നും അറിയില്ല, ഈ പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇനിയും വഷളാകാനില്ല എന്നാണ് പറയുന്നത്. സോറി, ഇത് കാപ്രിക്കോൺ എനർജിയാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? റീഡിങ് കാണുന്നവർക്കുള്ള ഗൈഡൻസ്, നിങ്ങൾ ജോലിക്ക് മുമ്പോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രാരാബ്ധമുണ്ട്. ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണായിട്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പൈസ ഇല്ലാതാവുമ്പോൾ ഈ റിലേഷൻഷിപ്പ് എല്ലാം വഷളാവും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എടുത്തേക്കുന്ന ഡിസിഷൻ വളരെ കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രാരാബ്ധമുണ്ട്, ഇനിയും വന്നു ചേരും പ്രാരാബ്ധം. അപ്പം അതുകൊണ്ട് നല്ല ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുക. ആര് പറയുന്നത് കേൾക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെടുത്ത തീരുമാനം വളരെ ആപ്റ്റ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്, കേട്ടോ. കൊള്ളാം. ഈ റീഡിങ് വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. കാപ്രിക്കോൺ, ടോറസ്, ലീബ്ര. അവിടെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു യൂണിവേഴ്സ്, ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഏരീസ്, അക്വേറിയസ്, ഏരീസ്, വെർഗോ, ക്യാൻസർ, സ്കോർപ്പിയോ, പിന്നെ ഉള്ളത് ലിയോ ആണ്. ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് റീഡിങ് ഇഷ്ടമായി. വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞു പോവുക, ആരും പറയുന്നത് കേൾക്കണ്ടെന്ന്. നിങ്ങളുടെ പേഴ്സണൽ ഫാമിലിയിലെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും തമ്മിലുള്ള എനർജിയാണിത്. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ.
മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. കുറച്ചൊരു എനർജി ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഇനി വരുമോ നോക്കാം. ഇനി വരുന്നില്ല. ഇവിടെ 4 കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്താണോ നടത്തിയെടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യത്തിനുള്ള അതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാമെന്ന് പറയുന്നത്. കം ടു പുട്ട് യുവർ ലോങ് ഹാൻഡ്. അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അത് തുടങ്ങാനുള്ള കറക്റ്റ് സമയം ഇതാണ്. നിങ്ങൾ ഈ തുടങ്ങുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെയുള്ളത് ഫൊർഗീവ്നെസ്, മറ്റുള്ളവരോട് ക്ഷമിക്കാനും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാനുമുള്ള ഒരു മനസ്സ് വെക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി കണക്കാക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടമാവാൻ വഴിയുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സങ്കടമുണ്ടാകുമെങ്കിലും നിങ്ങളുടെ ജീവിതം അത് മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. കാഴ്ചപ്പാടുകൾ മാറും, ചിന്താഗതികൾ മാറും. നിങ്ങൾ ദൈവത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങളുടെ നല്ല സമയമാണിതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം 4 കാർഡ്സാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു രാജാവ് ഇങ്ങനെ രാജാവല്ല, ഒരാൾ കാട്ടിക്കൂടാണ്. പല കൺട്രീസിൽ ഈ സെയിം മെസ്സേജ് പലതരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ കാട്ടിക്കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് കാല് തട്ടിയാൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. പൊട്ടക്കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ കിടന്ന് കരയുക. അപ്പോൾ ദൈവത്തിൻ്റെ ചീത്ത പറയാം, എന്തൊരു ഇതാണ്, ഞാൻ ഭയങ്കര ഭക്തിയുള്ള ആളാണ്, എന്നെ എന്നിട്ട് തട്ടി പൊട്ടക്കിണറ്റിലിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലിരിക്കുക. അപ്പോഴാണ് കുറേ രണ്ട് ദിവസം എന്തോ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ വരും. എന്നിട്ട് ആൾക്കാർ അതിലേ വരുമ്പോൾ ഇയാൾ ഒച്ചയെടുത്ത് അവരെ വിളിച്ച് കയറ്റും. പറയും, ഇത് കണ്ടില്ലേ, ഞാൻ എന്തോരു ഭക്തിയുള്ള ആളാണ്, എന്നെ തട്ടി കിണറ്റിലിട്ടു എന്ന് പറയുമ്പോൾ പറയും, നീ മണ്ടത്തരം പറയാതെ, നീ ഇവിടെ ആൾക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി ആരോ വന്നിട്ട്, നീ ഇതിനകത്ത് കിടന്നുകൊണ്ട് അവർ നിന്നെ കണ്ടില്ല, അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പം നമ്മൾക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും കാലൊടിയുക, കൈ ഒടിയുക, അതൊക്കെ നമുക്ക് മാരകമായിട്ട് തോന്നും. പക്ഷേ അതുകൊണ്ട് വേറെ ഗുണങ്ങളുണ്ട്, നമ്മൾ കാണാറില്ല. കാലൊടിക്കണമെന്നല്ല പറയുന്നത്, അങ്ങനെ എത്ര ഭീകരമായ സിറ്റുവേഷൻ ആണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം എല്ലാം ചെയ്യുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരുവിധം ഈസി ആയിട്ട് പോകും. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വളരെ ഹാപ്പി ആയ സിറ്റുവേഷനിലാണ് നിങ്ങൾ. ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, പാരൻസ്, നല്ല ബിസിനസ് പാർട്ട്നേഴ്സ്, നല്ല ഒരു പേരും പ്രശസ്തിയുള്ള ഒരു ഫാമിലി. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ പ്രശസ്തിയുടെയും ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെയും ഇത് മെറ്റീരിയലിസ്റ്റിക് ആണ് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ ഇമോഷണലായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇമോഷണൽ അല്ലാത്ത ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഇതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇത് എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത് മാരേജിൽ പ്രശ്നമുണ്ടോ? കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ട് മാരേജിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ഇമോഷണൽ പ്രശ്നങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ബിസി ലൈഫ് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. മനസ്സിലായി? ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു, പണത്തിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ. അതുകൊണ്ട് തന്നെ മാരേജ് ഉണ്ടെന്ന് പറഞ്ഞാലും
അത് ചിലപ്പോൾ ചില ഈ എന്താ പറയുക, ഒരു സിനിമയിൽ ഒരു പയ്യൻ പറയില്ലേ, എന്താ പറയുക, എബ്രോഡായിരുന്നു ആ പയ്യൻ, എന്നിട്ട് അമ്മ കിറ്റി പാർട്ടിക്ക് നടക്കും, അച്ഛൻ ബിസിനസ് ടൂറിലായിരുന്നു, എനിക്ക് ആരും കൂട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ കുട്ടികൾ പണ്ട് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ തന്നെ, ഇപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എല്ലാം ഉണ്ട് എന്നാൽ ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ. മാരേജ് ഉണ്ടെങ്കിലും മാരേജ് കഴിക്കാത്ത പോലെ, അത് കാണുന്നില്ല തമ്മിൽ, ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ. ഒപ്പം ഫുഡ് കഴിക്കുന്നില്ല, ഒപ്പം യാത്ര ചെയ്യുന്നില്ല, രണ്ടുപേരും രണ്ട് ബിസി സ്കെഡ്യൂളിൽ പോകുന്ന രണ്ടുപേരാണ്. കമ്മ്യൂണിക്കേഷനേ ഇല്ല, മനസ്സിലായോ? എല്ലാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാരേജ് ഇങ്ങനെ അവിടെ ഉണ്ട്, പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടാണ് അതെങ്ങനെ അവിടെ ഉണ്ട് എന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയക് സൈൻ ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലിയെ കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് പോകുന്ന രണ്ടുപേരായിരിക്കാം, സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ആരായാലും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓക്കെ, എല്ലാം എടുക്കുകയാണ്, അത് തന്നതാണ് ഭഗവാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത്. 6 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇത് തിരിഞ്ഞാണ് വന്നത്. ഇത് 2 റിലീജിയനിൽ പെട്ട രണ്ട് മതത്തിൽപ്പെട്ടവരാണോ എന്തോ, അങ്ങനെ എന്തോ ഒരു കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. അവർ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുമായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് തമ്മിൽ, മനസ്സിലായി? നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങൾ ലവേഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. ഒരു അധികം അത്ര വിശ്വാസം, ദൈവവിശ്വാസം അത്രയും അധികമില്ലാത്ത, സ്പിരിച്വലി അത്രയും അല്ലാത്ത, സ്ട്രോങ് അല്ലാത്ത രണ്ടുപേരായിരിക്കാം. വളരെ ടെക്നോളജിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ ദൂരെ നിന്ന് ഇവർ എന്താ പറയുക, നിങ്ങൾ തമ്മിൽ ഒരു ജീവിതമില്ലെന്ന് ഇവർ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്നാലും സോൾമേറ്റ് കണക്ഷനാണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല, നിങ്ങൾ വഴക്കടിക്കുന്നില്ല, നിങ്ങൾ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾക്ക് വഴക്കടിക്കാനേ സമയമില്ല. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ദൂരെ നിന്നത് നോക്കി കാണുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ല. കാരണം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചാലേ സന്തോഷമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ അകന്നിരുന്നിട്ടും ഇത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ദൈവവിശ്വാസം കുറവാണെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. വെർഗോ, പൈസസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ജെമിനി, ഇത്രയുമാണ് സോഡിയാക് സൈൻ. നിങ്ങളോട് ഇവർക്കുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ റിലേഷൻഷിപ്പ് ഇത്ര സ്മൂത്ത് ആയിട്ട് പോകില്ല എന്ന് ഇവർക്കറിയാം. ഇവർ നിങ്ങളെ ട്വിൻ ഫ്ലെയിം ആയിട്ട് കാണുന്നു, നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വളരെ ക്ഷമയുള്ള ആളാണ് നിങ്ങൾ എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു എന്താ പറയുക, ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യ ആകാനോ നിങ്ങൾക്ക് സമയം കിട്ടാറില്ല. എന്നാലും നിങ്ങൾ തമ്മിൽ സ്നേഹത്തിന് കുറവില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഇവർക്കൊരു പേടിയുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ എവിടെ എത്തും. ചിലപ്പോൾ ഇതിനകത്ത് കുട്ടികളായിട്ടില്ലായിരിക്കാം, അതിന് സമയമില്ലായിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങൾ ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ വളരെ നിങ്ങളുടേതായ ലോകത്ത് ജീവിക്കുന്ന രണ്ടുപേരാണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി വിചാരിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്നത് നന്നായിരുന്നു എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇവർക്കൊരു പേടിയുണ്ട്, അല്ലാതെ നിങ്ങളെ പിരിക്കണം എന്ന് ഇവർക്കില്ല കേട്ടോ. ഒരു പേടിയോടെയാണ് നിങ്ങളെ രണ്ടുപേരും നോക്കിക്കാണുന്നത്. കാരണം എപ്പോഴും യാത്ര ചെയ്യുന്ന രണ്ടുപേര്, കോണ്ടാക്ട് വളരെ കുറവാണ്. നിങ്ങൾ ചിലപ്പം
വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവും, ചാറ്റ് ചെയ്യുന്നതാവും. അതല്ലാതെ നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത് വളരെ കുറവാണ്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും ലാസ്റ്റ് ചെയ്തത് എന്നാണ് ഇവരുടെ ഒരു ചിന്ത. അപ്പൊ നിങ്ങളോട് ഇവർക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഇവര് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല കേട്ടോ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവര് എന്താ പറയാ, ഇവരെല്ലാം നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിൽ വളരെ ഹാപ്പിയാണ്. ഇവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം തുടക്കത്തിലൊക്കെ ഇവര് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അത് ശരിയാകുമോ, നിന്റെ ജീവിത രീതിയും ഇപ്പൊ ഇയാളുടെ ജീവിത രീതിയും തമ്മിൽ ചേരുമോ എന്നൊക്കെ പേഴ്സണോട് സംസാരിച്ചിട്ടുണ്ടോ എന്നല്ലാതെ, അതുപോലെ തന്നെ ഓവർ ഇതാവൂലേ, നിനക്ക് നീ ഭയങ്കര ബിസിയാണ്, ആ കുട്ടിയും ഭയങ്കര ബിസിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെ സക്സസ്ഫുൾ ആകുമെന്നൊക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയി നിന്നപ്പോൾ അവര് വിട്ടുവീഴ്ചയ്ക്ക് റെഡി ആവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് കൂടുതൽ പ്രാരാബ്ധങ്ങളായി എന്ന് വെച്ചാല് കൂടുതൽ എന്താ പറയാ, രണ്ടുപേരും എന്താ പറയാ, പ്രാരാബ്ധം എന്നല്ല പറഞ്ഞത്, പൈസക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് കൂടിച്ചേരാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ യൂണിവേഴ്സ് അല്ല, ഇവർ പറയുന്നത് നിങ്ങൾ സ്വരുമയോടെയാണ് പോകുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞു എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, അവർക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരത് വിട്ടുകളയാണ് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് അതിൽ പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. സ്ട്രോങ് ആയ സോഡിയാക് സൈൻ അത് കാണുന്നില്ല. അടുത്ത ചോദ്യം, ഈ റിലേഷൻഷിപ്പ് ഇനി വഷളാകുമോ? ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാകുമോ? പ്രശ്നമുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സിൽ. ഏസ് ഓഫ് സ്വേർഡ്സ് ആണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ വഷളാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. വഷളാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ബന്ധുക്കളാവണം എന്നില്ല, അല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ, നിങ്ങൾ ഈ നെട്ടോട്ടത്തിലാണ്, പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈവിട്ട് പോവുകയാണ്. സ്നേഹമുണ്ട്, നിങ്ങൾ പണത്തിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ഒന്ന് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പൊ യൂണിവേഴ്സ് പറയും നിങ്ങൾ ഈ നെട്ടോട്ടത്തിൽ നിങ്ങളുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 19 വയസ്സായി കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇതാവും, എന്താ പറയാ, സ്ലോ ആവും. പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈവിട്ട് പോവില്ലേ? നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആ ഒരു പ്രശ്നമുള്ളൂ. പേഴ്സന്റെ ഫാമിലിയിൽ കുട്ടികൾ വേണം, നിങ്ങൾ ഇരുവരും തമ്മിൽ സമയം സ്പെൻഡ് ചെയ്യണം, ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്നൊരു ബ്രേക്ക് എടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് എന്താ പറയുക, ജീവിക്കാൻ സമയം കണ്ടെത്തണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് യൂണിവേഴ്സും പറയുന്നുണ്ട്. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് പണത്തിനെയാണ്, പണം കൈവിട്ട് പോകരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ചിലർ അങ്ങനെയാണ്. ഞാൻ പണ്ട് ഇതിൽ റീഡിങ്ങിനിടയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഒരു മാനേജർ ഉണ്ടായിരുന്നു, ചെറുതായിരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്ന ഓഫീസിലൊരു മാനേജർ ഉണ്ടായിരുന്നു. അപ്പം മാനേജർ മാരീഡ് ആണ്, പക്ഷേ വൈഫ് വേറെ എവിടെയോ, ഈ പേഴ്സൺ ഞങ്ങളുടെ ഓഫീസിലും. അപ്പം രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ ചോദിക്കും നിങ്ങൾ എപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഹോളിഡേ അല്ല, ഫെസ്റ്റിവൽ സമയത്ത് മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പരിപാടി, കുട്ടികളുണ്ടോ? ഇല്ല. ഒരു 10 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക്, അപ്പോൾ ഞങ്ങൾ 10 വർഷം എന്നല്ല, ഒരു 10 ലക്ഷം രൂപ ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടാണ്. അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയാകുമ്പോൾ മാത്രമേ ഞങ്ങൾ കുട്ടികളെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അന്ന്. ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്, കുട്ടികളുണ്ടോ, അവര് ഒരു പിടുത്തവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ജീവിത രീതിയാണ്, അറിയില്ല എനിക്ക്. എന്നാലും നമ്മൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക, നമ്മളുടെ പഴയ കാലം, നഷ്ടപ്പെട്ടു പോയ കാലത്തിന് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളോട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, അവർക്കൊരു പേടിയേ ഉള്ളൂ. ചിലപ്പോൾ ആകുലത ഇവർ വാക്കുകളിൽ കൂടെയും പ്രവൃത്തി കൂടെയും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന അവർ അസൂയപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവർ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക. പക്ഷെ അത് നമ്മൾക്കും കൂടെ തോന്നണം, നമ്മൾക്കും കൂടെ മനസ്സിലാവണം. അപ്പോഴേ എന്തെങ്കിലും കാര്യമുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജെമിനായി ആണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ വന്നിരിക്കുന്ന കാഴ്ച ഇവിടെ ഒന്ന് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് അധികം കോണ്ടാക്ട് ഇല്ലാഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ജെമിനായി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, പൈസീസ്. ഓക്കെ,
അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്, ഫൈനൽ റീഡിങ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.